ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പോകുന്നത് ഒരു ഫുഡ് ട്രക്കിലോട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെയാണ് ബണ്ണിങ്സ് എന്ന് പറഞ്ഞ കട. അപ്പോൾ നമുക്ക് ബണ്ണിങ്സിൽ ഒന്ന് കയറി അവിടുന്ന് 2 കുഞ്ഞ് സാധനങ്ങളും മേടിക്കാറുണ്ട്. അപ്പോൾ അതും മേടിച്ചുകൊണ്ട് നമുക്കങ്ങ് പോകാം. ബായോ. അപ്പോൾ ഈ ബണ്ണിങ്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലും അതുപോലെ ന്യൂസിലാൻഡിലൊക്കെ ഉള്ളൊരു വെയർ ഹൗസ് ഗ്രൂപ്പാണ്. അവർ 19th സെഞ്ച്വറി തൊട്ട് ഒരു ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള, അതിപ്പോൾ വീടായിക്കോട്ടെ ഏത് ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഹാർഡ്വെയർ സംഭവങ്ങളും അതുപോലെ തന്നെ ഗാർഡൻ മെറ്റീരിയൽസും എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണത്. ഇതിപ്പോൾ ഒത്തിരി ഏരിയ ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്കിപ്പം എല്ലാ ഏരിയയും ഇന്ന് കവർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിപ്പം മേടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ് മേടിക്കണം, ഒരു പാക്കറ്റ് കയറ് മേടിക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചെടികളും വേണം. അപ്പം നമ്മൾ ഗാർഡൻ്റെ അങ്ങോട്ട് മാത്രമേ ഇപ്പോൾ പോകുന്നുള്ളൂ. അപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് A to Z, പ്ലംബിംഗ് ആകട്ടെ, വയറിങ്, അതുപോലെ ഫ്ലോറിങ്, ഇനിയിപ്പോൾ വീട് പണിത് കഴിഞ്ഞാൽ അതിൻ്റെ സ്വിച്ചും ലൈറ്റിങ്ങും കബോർഡ്സ്, ബ്ലൈൻഡ്സ്, കർട്ടൻസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കിടക്കുന്നതുകൊണ്ട് അത് ഫുള്ള് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ബണ്ണിങ്സിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഇടാൻ പറ്റട്ടെ. ഈ ഡോറിൻ്റെ അപ്പുറത്തോട്ട് ഫുള്ള് ഔട്ട്ഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ പോട്ട്സും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും മാത്രമേ ഏരിയ ആണ്. അതിനകത്ത് നമുക്ക് എന്നെ കിട്ടുന്നതെന്ന് നോക്കട്ടെ. ഓർണമെന്റൽ ക്യാപ്സിക്കം. ഈ കാണുന്നത് മുഴുവനും അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയ ആണ്. നമ്മുടെ നാട്ടിൽ ചുമ്മാ വളരുന്ന പന്നച്ചെടിയല്ലേ, ഇത് പൂ, ഓറഞ്ച് പൂ. അതിന് $1140. അത് മതിയോ? നാടിൻ്റെ ഒരു ആന്തൂറിയല്ലേ, ചെമ്പരത്തി പൂ. ബണ്ണീസ് പോണോ? ഇത് കണ്ടോ, ഞാൻ ചോദിച്ചു നോക്കാം. ഒലിവ് വെച്ചാലോ, അല്ലെങ്കിൽ വാഴ നമ്മൾക്ക് പൂ മേടിക്കണ്ടേ. അപ്പം ഒലിവ് പൊളിച്ചിരിക്കുക. ഈ നോൺ ഫ്രൂട്ടിങ് ഉണ്ട്, നമുക്ക് അത് നോക്കിയല്ലോ. അതെന്തിനും അല്ല, നമുക്ക് ആ വേണ്ട, നമുക്ക് ചുമ്മാ അത് നിന്നോളൂ. ഇതൊക്കെ വളർത്തി വെക്കുമായിരുന്നെങ്കിൽ. ബ്ലൂബെറി കണ്ടോ, അത് ബ്ലൂബെറിയുടെ മരം നട്ടാലോടാ നിനക്ക്. ബ്ലൂബെറി കണ്ടോ, ബ്ലൂബെറിയുടെ പാഷൻ ഫ്രൂട്ട്. ഇത് പടർന്നു പോകുന്നുണ്ടോ?
വാഴ വാഴ 2. നമ്മുടെ നാട്ടിലെ ഡെയിലീസില്ലേ അതിന് മലയാളമാണോ? ഇല്ല ഇത് 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 മറ്റേത് പോമഗ്രാനൈറ്റ് ഏപ്രിക്കോട്ടാണോ ആപ്രിക്കോട്ടാണോ? അല്ലാതെ ഇത് പേരല്ലേ? പീച്ച് പേര് സോറി പീച്ച് അല്ല, പിങ്ക് ലേഡി. പിങ്ക് ലേഡി ആപ്പിൾ 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 അത് നമുക്ക് മേടിച്ച് വെക്കണ്ടേ? നമുക്ക് വേണ്ടി വരും ആപ്പിളുണ്ട്, ആപ്പിളിൻ്റെ തൈയായിട്ട്. ഇത് നെക്ട്രൈൻ ആപ്പിൾ പോലെ ഞാൻ വേറൊരു സാധനം. ഇത് ചെറുതൊന്ന് വാങ്ങിച്ചിട്ട് ഏതുണ്ട് അത്ത കായ ഉണ്ടോ തന്നെ മരാത് ഫിഗ് ഉണ്ട്. ഇതുകൊണ്ട് ഫിഗ് ഉണ്ട്, അത്ത കായ ഉണ്ടോ ഉണ്ടോ? ഇങ്ങനത്തെ കുഞ്ഞ് അത് ഇങ്ങനത്തെ പൂ വേണോ? ഡാലിയ. ഗ്രേപ്സ് ഉണ്ട്. ഇതെന്നത്? ഈ കാണുന്നതിനകത്തെ ആ വൈറ്റ് പൂവാണ് ഞങ്ങൾ 2 എണ്ണം മേടിച്ചേക്കുന്നത്. ചേട്ടാ വിളിക്കോ അതിനെ? വെയിറ്റ് ചെയ്യണോ? വെയിറ്റ് അത് വെയിറ്റ്. അതെ, അപ്പം ബണ്ണിങ്സിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നേരെ നമ്മളൊരു ഫുഡ് ട്രക്കിലോട്ടാണ് പോകുന്നത്. ആക്ച്വലി നമ്മൾ 2 ഫുഡ് ട്രക്കിലാണ് പോകുന്നത്. ആദ്യം ഞങ്ങൾ പോയത് ഈ കാണുന്ന ഈ ടർക്കിഷ് ഫുഡ് ട്രക്കാണ്. അത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 20-25 മിനിറ്റ്സ് മാറിയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. ഇത്ര ആൾക്കാർ അവിടെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പാർക്കിങ്ങും എല്ലാം അവർ വെച്ച് നല്ല സ്പേസിലാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, പല പല സ്റ്റോളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ അതിനകത്ത് നിന്ന് ചൂസ് ചെയ്താണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ആദ്യം കണ്ട കടയിൽ നിന്ന് തന്നെ ഒരു ചിക്കൻ കബാബ് ജിൻസിക്ക് വേണ്ടി മേടിച്ചായിരുന്നു. ഒരു ലാം ഷീക്ക് കബാബായിരുന്നു ഞാൻ മേടിച്ചത്. ഇന്നത്തെ ഫുഡ് അടിയുടെ മെയിൻ ഹൈലൈറ്റ് ആയിരുന്നു ഈ കാണുന്ന ഈ ഐറ്റം. ഇതിൻ്റെ പേര് ലോഡഡ് ചീസ് ചില്ലി ഫ്രൈസ് എന്നാണ്. അത് ബീഫിൻ്റെയാണ്. അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഈ കഴിച്ച സാധനങ്ങളിലൊക്കെ വെച്ച് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയായിരുന്നു. ചിക്കൻ ലാമ്പ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് 2ാമത്തെ ഫുഡ് ട്രക്കിലോട്ടാണ്. 2ാമത്തേന്ന് പറഞ്ഞാൽ ഒരു പഞ്ചാബി ഫുഡ് ട്രക്കിലോട്ടാണ് നമ്മൾ പിന്നെ പോയത്. അതിൻ്റെ പേര് ദോ മാസിദേ മുണ്ടേ അങ്ങനെയാണ്.
നമ്മുടെ ക്ലൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അതുള്ളത്. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പഞ്ചാബി ഫുഡ് ട്രക്ക്. അവിടെ നമ്മളെ കൂടാതെ വേറെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ആ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് കാറിനകത്തിരിക്കുന്ന മമ്മൂട്ടിയും അതുപോലെ നിലത്ത് കുഞ്ചാക്കോ ബോബനും എല്ലാം നിനക്ക് കാണാൻ പറ്റും. നമ്മൾ പല പഞ്ചാബി പടങ്ങളിലും കണ്ടേക്കുന്ന പോലെ അവരുടെ തനതായ ശൈലിയിലുള്ള ആ കയറിൻ്റെ കട്ടിലും അതുപോലെ തന്നെ ആ ദാബ കൈൻഡ് ഓഫ് ഫീലിംഗ് ഉണ്ടാക്കുന്ന ടേബിളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒരു സ്റ്റീംഡ് മോമോസ് പറയണേ. അമ്മയുടെ പണി കിടന്നു കിടക്കും. കൊണ്ടുവരാൻ പറ. ചേച്ചി ചിക്ക പെട്ടെന്ന് കൊണ്ടുപോവാ പറ. എന്തായിരിക്കും എക്സ്പെക്റ്റേഷൻ? എന്താണ്? നല്ലതായിരിക്കും അല്ലേ? അപ്പം കുറേ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. എപ്പോൾ കിട്ടും എന്നറിയത്തില്ല. കിട്ടും. പാപം തരാൻ പറ. ഇപ്പോൾ കിട്ടും. പാപം കാണണം. അത് പറഞ്ഞേ വരാൻ പറ. റെഡിയായോ? വിശക്കുന്നു ചേച്ചി. നിങ്ങൾക്ക് ചേച്ചി വിശക്കുന്നു. പാപം വിശക്കുന്നു. പാപം. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് ഫ്രൈഡ് ചിക്കൻ മോമോസും അതുപോലെ തന്നെ പാവ് ഭാജിയും. നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെ ഒരു സ്റ്റീംഡ് മോമോസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 30 മിനിറ്റ്സ് കൂടുതൽ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അത് കണ്ണി വീഴുന്നു. ചൂടുണ്ടോ പിന്നെ? കഴിച്ചു പപ്പ പറഞ്ഞ കഴിക്കട്ടെ. ചൂടാ പൊന്നൂനെ ചൂടാടാ. നല്ല ചൂടാ കേട്ടോ. എങ്ങനെയുണ്ട് ചുമ്മാ? ആ മമ്മ തുറക്കും. നൈസ്. വിട്ടോ ചുമ്മാ. അപ്പം നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു ഫിഷ് ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ വന്നു. അത് ബാസ ഫിഷാണ്. അത് അടിപൊളിയായിരുന്നു. അവൻ കഴിച്ചതിൽ ഏറ്റവും നല്ലതായിരുന്നു. ഏറ്റവും നല്ലത് നമുക്ക് ഫിഷ് ഫ്രൈ ആയിരുന്നു അല്ലേ ചുമ്മാ? അതിന് മോമോസും കൊള്ളായിരുന്നു. പാവ് ബജി അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഒരുവിധം എല്ലാം തീർത്തിട്ടുണ്ട്. കണ്ടല്ലോ, അത് ഓടി നടക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയിൽ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ.